ആവറേജിനേക്കാളും കൂടുതലാണ് നമ്മുടെ നാട്ടിലുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര അധികം കാര്യങ്ങൾ നമ്മൾ അതിശക്തമായിട്ട് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു? നല്ല രീതിയിലുള്ള എംപ്ലോയ്മെന്റ് നൽകാൻ ഈ ഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും PSC റാങ്ക് ഹോൾഡേഴ്സ് മുഴുവൻ റോട്ടിലിരുന്നുകൊണ്ട് സമരം ചെയ്തത്. ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ നൽകുന്നതുകൊണ്ടായിരിക്കും. ഒരു സംസ്ഥാനത്തിന്റെ ബേസിക് റെസ്പോൺസിബിലിറ്റി ആയ PSC പോലും ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്ത ഒരു നാടിന്റെ നേതാവ് ഇരുന്നുകൊണ്ട് പച്ചക്കള്ളം പറയുന്നു ജോബ് ഓപ്പർച്യൂണിറ്റീസ് നൽകാൻ പറ്റി എന്നുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് കൂടുതലായി കാണിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഏകദേശം 29% അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നമ്മുടെ കേരളത്തിൻ്റെത് കാണിക്കുന്നത്. ഈ PSC അവിടെ ഇരിക്കട്ടെ, ഏകദേശം കോടിക്കണക്കിന് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ അതിന്റെ പകുതി ശതമാനമെങ്കിലും തൊഴിലവസരം നമ്മുടെ യൂത്തിന് ശരിയാക്കി കൊടുക്കാൻ സാധിച്ചില്ല എന്നത് നമ്മുടെ ഈ ഭരണകർത്താക്കളുടെ തോൽവിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനി MSME അതല്ലെങ്കിൽ 40 lakhs ജോബ് പ്രൊജക്ട്, അങ്ങനെ അവർ കൊണ്ടുവന്ന ഓരോ പ്രൊജക്ടുകളിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പ്രൊജക്ടുകളൊക്കെ കേരളത്തിൽ കുറച്ചെങ്കിലും രീതിയിൽ എഫക്റ്റീവും എഫിഷ്യന്റുമായി നടന്നിരുന്നുവെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 29% എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമായിരുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദി പോയിന്റ് ഇതൊക്കെ വെറും ഒരു നമ്പറും ഷോയും മാത്രമേ ഉള്ളൂ.